പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ദുരൂഹത നീങ്ങുന്നില്ല. വൈത്തിരി പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പ്രകാരം 18-ന് വൈകിട്ട് 4:29-ന് മരണവിവരം സ്റ്റേഷനിൽ അറിയുന്നത്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അനുമതി വാങ്ങിയെന്ന് പറഞ്ഞാണ് ഉച്ചയ്ക്ക് 1:30-ഓടെ എത്തിയ ആംബുലൻസുകാർ മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പോലീസ് സ്റ്റേഷനിൽ 4:29-നാണ് വിവരമറിഞ്ഞതെങ്കിൽ പിന്നെ ആംബുലൻസ് ഡ്രൈവറെ ആരെയാണ് വിളിച്ചതെന്നാണ് ഉയരുന്ന ചോദ്യം. മരണവിവരം കോളേജ് ഡീൻ ഉൾപ്പെടെയുള്ളവർ അറിയുന്നതിന് മുന്നേ ആംബുലൻസ് ഹോസ്റ്റലിലെത്തിയിരുന്നു. കുട്ടികൾ കോളേജിൽ പറയാതെ ആംബുലൻസ് വിളിച്ചതിന് പിന്നിൽ സംശയങ്ങളുണ്ട്. എന്തായിരുന്നു അതിന് പിന്നിലെ ലക്ഷ്യമെന്ന് വ്യക്തമായിട്ടില്ല. സിദ്ധാർത്ഥൻ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ കുളിമുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നുവെന്നും ചവിട്ടിപ്പൊളിച്ചാണ് അകത്തു കയറിയതെന്നുമാണ് പോലീസിന് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ കുളിമുറിയിലേക്ക് വാതിൽ തുറക്കാതെ തന്നെ മുകളിലൂടെ ഇറങ്ങാനും വാതിൽ ലോക്ക് ചെയ്യാനുമുള്ള സൗകര്യമുണ്ട്. 6 മണിക്കൂർ തുടർച്ചയായ മർദ്ദനമേറ്റ് വെള്ളവും ഭക്ഷണവും കിട്ടാതെ തീർത്തും അവശനായി എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത സിദ്ധാർത്ഥൻ കട്ടിലിൽ കിടക്കുകയായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അത്തരം ഒരവസ്ഥയിൽ കിടക്കുന്നയാൾക്ക് പിന്നെ എങ്ങനെയാണ് കുളിമുറിയിൽ പോയി സ്വയം കെട്ടിത്തൂങ്ങാൻ കഴിയുക എന്ന സംശയത്തിന് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഈ സംശയം കൊണ്ടാവാം കൊലപാതകം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്ന കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തുടക്കത്തിൽ തന്നെ പോലീസിന് വീഴ്ച സംഭവിച്ചോ? മുഴുവൻ പ്രതികളെയും പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തുടക്കത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി വിമർശനവുമുണ്ട്. കുറ്റകൃത്യം നടന്നാൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സീൻ മഹസർ തയ്യാറാക്കുന്നതുവരെ സംഭവസ്ഥലത്ത് സീൽ ചെയ്യണമെന്നതാണ്. കൊന്നതാണെന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് തെളിയിക്കണമെങ്കിൽ തൂങ്ങാനുപയോഗിച്ച വസ്തു കൂടി ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധിക്കണം. തുണിയുടെ നൂലിൻ്റെ മർദ്ദം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാലേ കൊലപാതകമാണോ തൂങ്ങിമരണമാണോ എന്ന് സംശയമില്ലാതെ പറയാൻ കഴിയൂ. പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം കൊണ്ടുവന്നപ്പോൾ തൂങ്ങിമരിക്കാൻ ഉപയോഗിച്ച വസ്തു പോലീസ് കൊണ്ടുവന്നിട്ടില്ലെന്ന് ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴുത്തിലുൾപ്പെടെ 18 സ്ഥലങ്ങളിൽ പരിക്കുകളുണ്ടെന്ന് വൈത്തിരി പോലീസ് മാർക്ക് ചെയ്ത് സർജൻ നൽകിയിട്ടുണ്ട്. ഇതുതന്നെ സംശയത്തിന് വക നൽകുന്നതായാണ്. എന്തുകൊണ്ട് സംഭവസ്ഥലം സീൽ ചെയ്യുന്ന കാര്യത്തിൽ പോലീസ് ജാഗ്രത കാണിച്ചില്ലെന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സഹപാഠി അക്ഷയിനെ പ്രതി ചേർക്കാത്തതിൽ ദുരൂഹതയെന്ന് കുടുംബം. മരിക്കുന്നതിൻ്റെ അവസാന 3 ദിവസം സിദ്ധാർത്ഥിന്റെ ഒപ്പമുണ്ടായിരുന്നത് അക്ഷയാണെന്നും പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. മകനെ ഫോണിൽ കിട്ടാത്ത സാഹചര്യത്തിൽ സഹപാഠി അക്ഷയിനെ വിളിച്ചാണ് കാര്യങ്ങൾ തിരക്കിയിരുന്നത്. സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യുന്ന ദിവസവും അക്ഷയ് വഴിയാണ് മകനുമായി ബന്ധപ്പെട്ടതെന്നും പിതാവ് വ്യക്തമാക്കി. സിദ്ധാർത്ഥിന്റെ മൃതദേഹം വീട്ടിലെത്തിക്കുമ്പോൾ അക്ഷയ് കൂടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ മറക്കുകയാണ്. താനുമായി ബന്ധപ്പെട്ട 5-6 കുട്ടികളെക്കുറിച്ച് യാതൊരു വിവരവുമില്ലെന്നും മാതാവ് പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അക്ഷയ് കള്ളം പറയുന്നുണ്ട്. സഹപാഠി മാത്രം പ്രതിയല്ലാതെ മാറി നിൽക്കുന്നു. അക്ഷയിനെ ചോദ്യം ചെയ്താൽ സിദ്ധാർത്ഥിന്റെ മരണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുമെന്നും ബന്ധുവും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഫെബ്രുവരി 18-നാണ് BVSC 2ാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ വെറ്റിനറി സർവകലാശാലയിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രണയദിനത്തിൽ കോളേജിൽ വിദ്യാർത്ഥിനികൾക്കൊപ്പം നൃത്തം ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ സിദ്ധാർത്ഥന് ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നേരിടേണ്ടി വന്നിരുന്നു. സിദ്ധാർത്ഥൻ വിദ്യാർത്ഥിയെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോളേജ് യൂണിയൻ ഭാരവാഹികളും SFI നേതാക്കളും അടക്കമുള്ള 18 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.